ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാറ്റർഡേ ഈവനിങ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോയതാണ് കേട്ടോ. സാധാരണ നമ്മൾ മോർണിംഗിലാണ് വർക്കൗട്ട് ചെയ്യാൻ പോവാറ്. ഇന്ന് മോർണിംഗ് ഓഫീസിൽ ലേശം പണിയുള്ളത് കൊണ്ട് തന്നെ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഈവനിങ്ങിലേക്ക് വർക്കൗട്ട് മാറ്റിച്ച് ഉച്ചവരെ ഏകദേശം മടിയായിരുന്നു. ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകണോ, സൺഡേയും കൂടി ലീവ് എടുത്തിട്ട് മൺഡേ രാവിലെ ഏർലി മോർണിംഗിന് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒരു 4-5 മണിയായപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈവനിങ് നല്ല മഴയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ളതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ജിമ്മിലേക്ക് വന്നു. ജിമ്മിലും അതുപോലെ തന്നെ വളരെ ആൾ കുറവാണ്. അപ്പോൾ ഞാൻ അലീനോട് ചോദിച്ചു, ഇന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾ കുറവാണല്ലോ, മഴ ആയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം സാധാരണ തന്നെ സാറ്റർഡേസിലൊക്കെ ജിമ്മിൽ ഇവിടെ ആൾ കുറവാണ് വർക്കൗട്ട് ചെയ്യാൻ വരാറ്. അതുപോലെ തന്നെ ട്രെയിനേഴ്സൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇന്ന് വളരെ ആൾ കുറവ്, കാരണം PT ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ജിമ്മിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അരമണിക്കൂർ ട്രെഡ്മില്ലിൽ കയറി അതിനുശേഷം ലെഗിനായിരുന്നു വർക്കൗട്ടെല്ലാം കഴിഞ്ഞു. നിങ്ങൾ ഈ ട്രെഡ്മില്ലും കാര്യങ്ങളൊക്കെ കണ്ടോ? ഈ ജിമ്മിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാനോ ഇതൊക്കെ ആവശ്യമായ ഒരുപാട് മെഷീനറീസ് ഈ ജിമ്മിൽ അവൈലബിൾ ആണ്. ഈ ബോഡി ബിൽഡിങ്ങിനെക്കാട്ടും കൂടുതൽ വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസൊക്കെയാണ് ഇവർ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 2 പയ്യന്മാരെ കണ്ടു. ഈ പയ്യന്മാർ നമ്മുടെ ആം റെസ്ലിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുന്ന പയ്യന്മാരാണ്. ഇവർ 2 പേര് മാത്രമല്ല, ഒരുപാട് പയ്യന്മാർ ഇവിടെ ആം റെസ്ലിങ്ങിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട്. ഇവർ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ സെമീർക്ക് കൊടുത്തിട്ടാണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവർ നല്ല എൻജോയ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ചെക്കന്മാർക്ക് ഏകദേശം ഒരു 16-17 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഈ പ്രായത്തിൽ തന്നെ ഇവർ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ പോയിട്ട് ആം റെസ്ലിംഗ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിലേക്ക് സെമീർക്കനായിട്ട് നമ്മുടെ ലൈഫ് ജിമ്മിൽ സെമീർക്കനായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ പഞ്ചഗുസ്തി അല്ലെങ്കിൽ ആം റെസ്ലിങ്ങിന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആർമിയിലേക്ക് അതുപോലെ തന്നെ പോലീസിലേക്ക് ഈ ഫോഴ്സിലേക്കൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്താൽ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയാൽ വെച്ചാൽ നമുക്ക് ഗ്രേസ് മാർക്കൊക്കെ കിട്ടാൻ സാധ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നത് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച ഒരു ഇനമാണ് ആം റെസ്ലിംഗ് എന്ന് വിചാരിക്കുന്നു. പയ്യന്മാരൊക്കെ നല്ല മൂഡായിട്ടുള്ള വർക്കൗട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടി ട്രെയിനിങ് ഒക്കെ അവർക്ക് വ്യക്തമായിട്ട് സെമീർക്ക് ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈവനിങ്ങിൽ വന്നിട്ട് ഇവർ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒരു മടിയില്ലാതെ അവർ ഒരുപാട്, എനിക്ക് തോന്നുന്നൊരു 3-4 മണിക്കൂർ അവർ ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഇവരെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് കൈയൊക്കെ നല്ല വേദന ഉണ്ടാവില്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അവർക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവരുടെ സംസാരം. ഏകദേശം ഒരു 2-3 മാസത്തോളം ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ നോ പ്രോബ്ലം, ദിവസമുള്ള വർക്കൗട്ട് ദിവസമുള്ള പ്രാക്ടീസ് ഇവർക്ക് ആ വേദന ഒന്നും പ്രശ്നമല്ല. അതുപോലെ തന്നെ വേറെ ജിമ്മിൽ നിന്നും കുട്ടികളൊക്കെ ഈ ആം റെസ്ലിങ്ങിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മുടെ ജിമ്മിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഇനമാണ്. ആളുകൾക്കൊക്കെ ഏകദേശം കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത് പ്രൈസൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു ഇനമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.